ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഡേ. വെൽക്കം ടു ബെസ്റ്റ് PSC. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കേരള PSCക്കുള്ള ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിൽ 3 മൊഡ്യൂളായിട്ടാണ് സിലബസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലൊരു ഹാഫ് പോർഷനെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് വിടാം, കാരണം നമുക്ക് തിയറിയും നോക്കണം, അത് ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നോക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ മെയിനായിട്ട് വരുന്ന സ്റ്റോൺസ്, ബ്രിക്സ്, സിമെൻറ്റ്, ലൈം, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ സ്റ്റോൺസും ബ്രിക്സും ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഈ ട്രഡീഷണൽ മെറ്റീരിയൽസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ അഥവാ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ട്രഡീഷണലായിട്ട് യൂസ് ചെയ്തിരുന്നത് പറയുന്നത് സ്റ്റോൺസ്, ബ്രിക്സ്, സിമെൻറ്റ്, ലൈം, ടിമ്പർ. അപ്പോൾ ട്രഡീഷണൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റോൺസ്, ബ്രിക്സ്, സിമെൻറ്റ്, ലൈം, ടിമ്പർ ഇവയാണ്. അപ്പം ഇന്ന് നമുക്ക് ആദ്യം സ്റ്റോൺസിനെ കുറിച്ച് പഠിക്കാം. സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോൺ നാച്ചുറലി അവൈലബിൾ ആണ്. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? സ്റ്റോൺ. അതെങ്ങനെ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ഇറ്റ് ഗെറ്റ് ഫ്രം റോക്സ്. ബിഗ് റോക്സ് നിന്ന് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടാണ് എങ്ങനെ സ്റ്റോൺ നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് സ്റ്റോൺസ് പറയാം. ടൈപ്സ് ഓഫ് സ്റ്റോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ജിയോളജിക്കൽ സ്റ്റോൺ. ആ ജിയോളജിക്കൽ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ ഒറിജിൻ ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജിയോളജിക്കൽ സ്റ്റോണ്, പിന്നെ ഒന്ന് ഫിസിക്കൽ സ്റ്റോണ്, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, തേർഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. 3 ക്ലാസിഫിക്കേഷൻ: ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് സ്റ്റോൺസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ സ്റ്റോണിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ്ഡ് ഓൺ ഒറിജിൻ, അതിൻ്റെ ഒറിജിൻ അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ബേസിലാണ് ഫസ്റ്റ് ജിയോളജിക്കലിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഗ്നിയസ് സ്റ്റോൺ എന്ന് പറയും. ഇഗ്നിയസ് സ്റ്റോൺ, സെഡിമെൻ്ററി സ്റ്റോൺ ആൻഡ് തേർഡ് വൺ മെറ്റാമോർഫിക് സ്റ്റോൺ. അപ്പോൾ എന്തൊക്കെയാണ്? മെറ്റാമോർഫിക് റോക്സ്, മെറ്റാമോർഫിക് സ്റ്റോൺ, ഇതാണ് മൂന്നാമത്തത്. അപ്പോൾ ഫോം ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ. ആ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൽ ഇഗ്നിയസ് സ്റ്റോൺ എന്താണെന്ന് വെച്ചാൽ ഫോംഡ് ബൈ കൂളിംഗ് ആൻഡ് സോൾഡിഫൈയിങ് ഓഫ് റോക്സ്. റോക്സിനെ കൂൾ ചെയ്തും സോൾഡിഫൈ ചെയ്തും ഫോം ചെയ്യുന്ന സ്റ്റോണിനെയാണ് എന്ത് പറയുന്നത്? ഇഗ്നിയസ് സ്റ്റോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. അപ്പോൾ ഗ്രാനൈറ്റ് ഇഗ്നിയസ് സ്റ്റോണിന് എക്സാമ്പിളാണ്. അപ്പം ജിയോളജിക്കൽ സ്റ്റോൺ 3 ടൈപ്പാണ്. ജിയോളജിക്കൽ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ അതിൻ്റെ ഒറിജിൻ, ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ള ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുക. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇഗ്നിയസ് സ്റ്റോൺ. ഇഗ്നിയസ് സ്റ്റോൺ എന്ന് വെച്ചാൽ ഫോംഡ് ബൈ കൂളിംഗ് ആൻഡ് സോൾഡിഫൈയിങ് ഓഫ് റോക്സ്. റോക്സിനെ കൂൾ ചെയ്ത് സോൾഡിഫൈ ചെയ്ത് ഫോം ചെയ്യുന്ന സ്റ്റോണിനെയാണ് ഇഗ്നിയസ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. നെക്സ്റ്റ് വൺ സെഡിമെൻ്ററി സ്റ്റോൺ. സെഡിമെൻ്ററി സ്റ്റോൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോസ് ഡിസിൻറ്റിഗ്രേഷൻ സംഭവിച്ചിട്ട് ചെറുതായി പൊടിഞ്ഞിട്ടാണ് എന്ത് സെഡിമെൻ്ററി സ്റ്റോൺ ഉണ്ടാവുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ റോക്സിന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു വെതറിങ് ആക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് വിൻഡ്. അതായത് വാട്ടറിൻ്റെയും അതായത് വെള്ളത്തിൻ്റെയും കാറ്റിൻ്റെയും ഒക്കെ വെതറിങ് ആക്ഷൻ, ആ ക്ലൈമറ്റ് ചേഞ്ചസ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് ആ റോക്സ് ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ച് രൂപാന്തരപ്പെട്ട് വരുന്നതാണ് ഏത്? സെഡിമെൻ്ററി സ്റ്റോൺസ്. ആ സെഡിമെൻ്ററി സ്റ്റോൺസിന് എക്സാമ്പിളാണ് സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, മഡ് സ്റ്റോൺ. അപ്പോൾ സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, മഡ് സ്റ്റോൺ എക്സാമ്പിൾ ഓഫ് സെഡിമെൻ്ററി സ്റ്റോൺസ്. ഇഗ്നിയസ് സ്റ്റോൺസിന് എക്സാമ്പിൾ ഗ്രാനൈറ്റ്. സെഡിമെൻ്ററി സ്റ്റോൺ എന്ന് വെച്ചാൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സിന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ച് രൂപപ്പെടുന്നതാണ് സെഡിമെൻ്ററി സ്റ്റോൺ. അതിന് എക്സാമ്പിളാണ് സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ ആൻഡ് മഡ് സ്റ്റോൺ. തേർഡ് വൺ ആണ് മെറ്റാമോർഫിക് റോക്സ്. മെറ്റാമോർഫിക് റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാമോർഫിക് ആക്ഷൻ സംഭവിച്ചിട്ട് ഫോം ആവുന്ന സ്റ്റോണ്. അപ്പം ഇഗ്നിയസ് സ്റ്റോൺസിലും സെഡിമെൻ്ററി റോക്സിലും, ആ ഇഗ്നിയസ് റോക്സിലും സെഡിമെൻ്ററി റോക്സിലും മെറ്റാമോർഫിക് ആക്ഷൻ സംഭവിച്ച് ഫോം ചെയ്യുന്നതാണ്
ഏത് മെറ്റാമോർഫിക് റോക്ക് അഥവാ മെറ്റാമോർഫിക് സ്റ്റോൺ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഇഗ്നിയസ് സ്റ്റോൺ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ്, സെഡിമെൻ്ററി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ, മഡ് സ്റ്റോൺ ഒക്കെ. ഇവയിലെല്ലാം മെറ്റാമോർഫിക് ആക്ഷൻ സംഭവിച്ച് രൂപപ്പെടുന്നതാണ് മെറ്റാമോർഫിക് സ്റ്റോൺ. അപ്പം ഗ്രാനൈറ്റിൽ മെറ്റാമോർഫിക് ആക്ഷൻ സംഭവിച്ച് രൂപപ്പെട്ട മെറ്റാമോർഫിക് സ്റ്റോൺ ആണ് ഗ്രാസസ്. ട്രാപ്പ് ആൻഡ് ബസാൾട്ടിൽ മെറ്റാമോർഫിക് ആക്ഷൻ സംഭവിച്ച് ഷിസ്റ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ലൈം സ്റ്റോണിൽ മെറ്റാമോർഫിക് ആക്ഷൻ സംഭവിച്ചാൽ മാർബിളായി മാറും. സാൻഡ് സ്റ്റോണിൽ മെറ്റാമോർഫിക് ആക്ഷൻ വരുമ്പോൾ ക്വാർട്സൈറ്റ് ആവും. മഡ് സ്റ്റോണിൽ സ്ലേറ്റ് ആവും. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഗ്രാനൈറ്റ് ഗ്രാസസ്, ട്രാപ്പ് ആൻഡ് ബസാൾട്ട് ഷിസ്റ്റ് ആൻഡ് ലാറ്ററൈറ്റ്. ബസാൾട്ട് ലാറ്ററൈറ്റ് ആവും, ട്രാപ്പ് ഷിസ്റ്റ് ആവും. ലൈം സ്റ്റോണ് മാർബിൾ ആവും, സാൻഡ് സ്റ്റോണ് ക്വാർട്സൈറ്റ് ആവും, മഡ് സ്റ്റോൺ സ്ലേറ്റ് ആവും. ഇതാണ് മെറ്റാമോർഫിക് സ്റ്റോണുകൾ. ഏതാണ് മെറ്റാമോർഫിക് സ്റ്റോണിന് എക്സാമ്പിൾ ഓർത്തിരിക്കുക? ഗ്രാസസ്, ഷിസ്റ്റ്, ലാറ്ററൈറ്റ്, മാർബിള്, ക്വാർട്സൈറ്റ്, സ്ലേറ്റ്. അപ്പം അത് ഏത് സ്റ്റോണിന് മെറ്റാമോർഫിക് ആക്ഷൻ സംഭവിച്ചിട്ടാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചാൽ ഗ്രാനൈറ്റിൽ നിന്നും ഗ്രാസസ് ഫോം ചെയ്യും. ട്രാപ്പ് ആൻഡ് ബസാൾട്ടിൽ നിന്ന് ഷിസ്റ്റ് ആൻഡ് ലാറ്ററൈറ്റ്, ലൈം സ്റ്റോണിന് മാർബിൾ, സാൻഡ് സ്റ്റോണിന് ക്വാർട്സൈറ്റ്, മഡ് സ്റ്റോണിന് സ്ലേറ്റ്. ഞാൻ വെറും പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രമാണ് ക്ലാസ്സസ് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എനിക്കറിയാം, എല്ലാവരും ഇരുന്ന് കേൾക്കുന്നുണ്ടാവില്ല. ഹെഡ്സെറ്റ് വെച്ച് ജോലിക്ക് പോകുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേട്ട് പടിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സെക്കൻഡ്, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോണിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫിസിക്കലി അപ്പിയറൻസ് എങ്ങനെയാണ്, ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്ട്രാറ്റിഫൈഡ് റോക്സ്, സെക്കൻഡ് വൺ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ്, ആൻഡ് തേർഡ് വൺ ഫോളിയേറ്റഡ് റോക്സ്. അപ്പോൾ 3 ടൈപ്സ് ആണ്: സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ് ആൻഡ് ഫോളിയേറ്റഡ് റോക്സ്. സ്ട്രക്ചർ ബേസിൽ ക്ലാസിഫൈ ചെയ്ത്. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് ആയിരിക്കും. അൺസ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രാറ്റിഫൈഡ് അല്ല. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് ആണ്, ലേയേർഡ് ആണ്. എക്സാമ്പിൾ സാൻഡ്, ലൈം, സ്ലേറ്റ് ഒക്കെ. അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആകുമ്പോൾ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, അത് അത്രയ്ക്ക് ലെയേർഡ് അല്ല, അത് ഭയങ്കര ഹാർഡായിട്ട് ക്രിസ്റ്റലൈൻ ആയിട്ടായിരിക്കും. എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ട്രാപ്പ്, മാർബിൾ. അപ്പോൾ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റിഫയബിൾ അല്ല, ക്രിസ്റ്റലൈൻ ആയിരിക്കും. ഗ്രാനൈറ്റ്, മാർബിൾ, ട്രാപ്പ് കുറച്ച് ഹാർഡായതാണ്. സ്ട്രാറ്റിഫൈഡ് റോക്സ് ആകുമ്പോൾ ലെയേർഡ്, അതായത് സാൻഡ്, ലൈം, സ്ലേറ്റ് ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ്. ഇനി ഫോളിയേറ്റഡ് റോക്സ് ആകുമ്പോൾ ഇതിൻ്റെ മിഡിലിൽ വരുന്ന ടൈപ്പാണ്. അത് ഫുള്ളി അൺസ്ട്രാറ്റിഫൈഡ് ആണെന്നും പറയാൻ പറ്റില്ല, ഫുള്ളി സ്ട്രാറ്റിഫൈഡ് ആണെന്നും പറയാൻ പറ്റില്ല. ഇത് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഓൺലി എ ഡെഫിനിറ്റ് ഡയറക്ഷൻ, ഒരു ഡിഫൈൻഡ് ഡയറക്ഷനിൽ മാത്രം അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന റോക്കുകളെയാണ് ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രാറ്റിഫൈഡ് ലെയേർഡ് ആണ്, അൺസ്ട്രാറ്റിഫൈഡ് സ്ട്രോങ് ആണ്, ക്രിസ്റ്റലൈൻ ആണ്. ഫോളിയേറ്റഡ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, ബട്ട് ഇറ്റ് ഓൺലി എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഇനി തേർഡ് വൺ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട്സുകൾ ഏത് ബേസിലാണ് എന്നതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് എന്ത്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. കെമിക്കൽ കോമ്പോണൻസിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് മൂന്നായിട്ടുണ്ട്: സിലീഷ്യസ് റോക്സ്, അർജില്ലേഷ്യസ് റോക്സ് ആൻഡ് കാൽക്കാരിയസ് റോക്സ്. സിലീഷ്യസ് റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പേരിൽ തന്നെയുണ്ട്. സിലീഷ്യസ് റോക്സിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് സിലിക്ക ആയിരിക്കും. അർജില്ലേഷ്യസിലെ മെയിൻ ക്ലേ ആണ്. കാൽക്കാരിയസ് റോക്സിലും അതും പേരിലുണ്ട്, കാൽഷ്യം ആണ്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആണ് കാൽക്കാരിയസ് റോക്സിലെ മെയിൻ കമ്പോണന്റ് ആയിട്ടുള്ള. ഇനി സിലീഷ്യസ് റോക്സിൽ സിലിക്കയാണ്. എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ട്രാപ്പ് ആൻഡ് സാൻഡ്സ്റ്റോൺ. അപ്പോൾ സിലീഷ്യസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, ട്രാപ്പ് ആൻഡ് സാൻഡ്സ്റ്റോൺ. അർജില്ലേഷ്യസ് എന്ന് പറയുമ്പോൾ ക്ലേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സ്ലേറ്റ്സും ലാറ്ററൈറ്റ്സും. അപ്പോൾ അർജില്ലേഷ്യസ് സ്റ്റോണിന് എക്സാമ്പിൾ ആണ് സ്ലേറ്റ്സ് ആൻഡ് ലാറ്ററൈറ്റ്. നെക്സ്റ്റ് കാൽക്കേരിയസ് റോക്സ്. കാൽക്കേരിയസ് റോക്സിൽ കാൽഷ്യം കാർബണേറ്റ് ആണ് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എക്സാമ്പിൾ ലൈം സ്റ്റോൺ ആൻഡ് മാർബിൾ. നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റ് ആണ് ലൈം സ്റ്റോണും മാർബിളും. അപ്പോൾ ഇതാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത്രയാണ് സ്റ്റോൺസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി സെക്കൻഡ് പറയുന്നത് ബ്രിക്സ്. ബ്രിക്സ് എന്താണെന്ന് നോക്കാം. ബ്രിക്സ് എങ്ങനെയാണ് ആദ്യം ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്ത് വരുന്നത്. ബ്രിക്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോൾഡിങ് ഗുഡ് ക്ലേ ഇൻ ടു ബ്ലോക്ക് ആൻഡ് ഡ്രൈഡ് ആൻഡ് ബേൺ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ക്ലേ, നല്ല ചളി, അതിന് ഒരു ബ്ലോക്ക് ഷേപ്പിൽ മോൾഡ് ചെയ്തെടുത്തിട്ട് ഉണക്കുക, ഡ്രൈ ചെയ്യുക, എന്നിട്ടോ ബേൺ ചെയ്യുക, ചൂളയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. ഇതാണ് ബ്രിക്സ്. ഇങ്ങനെയാണ് ബ്രിക്സ് ഫോം ചെയ്യുന്നത്. ഇനി
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൻ്റെ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. ക്ലേ ആണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഗുഡ് ക്ലേ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഈ ക്ലേ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അൺസോയിലിംഗ്. അൺസോയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലേ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലേയുടെ മുകളിലുള്ള മണ്ണോ മണലോ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് മാറ്റുക. അത് കുറച്ച് മാറ്റിയെടുത്ത ശേഷം പിന്നെ ഡിഗ്ഗിങ്, അതായത് കുഴിച്ചെടുത്ത ശേഷം അതിൽ നിന്നും ഈ ക്ലേ എടുക്കുക. ക്ലേ എടുത്ത ശേഷം അത് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന്ന് സ്റ്റോണും മറ്റും സെപ്പറേറ്റ് നല്ല പൊടിയായിട്ടുള്ള മണ്ണ് മാത്രം എടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യണം, വെതറിങ് ചെയ്യണം. അത് വെതറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റൺ ചെയ്യാം. അതിൻ്റെ സ്റ്റോണും എല്ലാം ഒഴിവാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ പോലെയുള്ള ക്ലേ ആക്കി എടുക്കുക. അതിനാണ് വെതറിങ് എന്ന് പറയുന്നത്. അതിനുശേഷം ബ്ലെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോർഷൻസ് എല്ലാം കറക്റ്റ് ആക്കുക. അതിൽ ക്ലേയുടെ പ്രൊപ്പോർഷൻസ് അതിൽ വരുന്ന കണ്ടന്റ് കറക്റ്റ് പ്രൊപ്പോർഷനിലാക്കുന്നതിനാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഫൈനലി ടെമ്പറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മിക്സിങ്, അതായത് ആ ക്ലേയിൽ വാട്ടറൊക്കെ ചേർത്ത് പ്രൊപ്പോർഷനെല്ലാം കറക്റ്റ് ആക്കിയ ശേഷം അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നതിനാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. അപ്പം മിക്സ് ചെയ്യുമ്പോൾ 2 ടൈപ്സ് ഓഫ് മിക്സിങ് ഉണ്ട്. നീഡിങ് ഉണ്ട്, പഗ്ഗിങ് ഉണ്ട്. നീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടിക്കുഴക്കുക, നമ്മുടെ കാലും കൊണ്ട് നന്നായിട്ട് ചവിട്ടിക്കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നതിനാണ് നീഡിങ് എന്ന് പറയുന്നത്. പഗ്ഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂള പോലുള്ള ഇതിൻ്റെ ഹെൽപ്പോടുകൂടെ പഗ് ചെയ്യുക. അപ്പം അങ്ങനെ പഗ്ഗിങ് ചെയ്തിട്ടും നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യാം, നീഡിങ് ചവിട്ടിക്കുഴച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ക്ലേനെ മിക്സ് ചെയ്യാം. ഈ പ്രോപ്പർ മിക്സിങ്ങിനെയാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കുക ഡിഗ്ഗിങ്, അതുപോലെ വെതറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സോഫ്റ്റണിങ് ചെയ്യുക. ബ്ലെൻഡിങ് എന്താണ്, അതുപോലെ ടെമ്പറിങ് എന്ന്. ബ്ലെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സിൻ്റെ മേക്കിംഗ് പ്രൊസീജിയറിൽ അതിൻ്റെ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആക്കുന്നതിന് യൂസ് ചെയ്യുന്ന ടേമാണ് ബ്ലെൻഡിങ്. അതിൻ്റെ പ്രോപ്പർ മിക്സിങ്ങിന് യൂസ് ചെയ്യുന്ന ടേമാണ് ടെമ്പറിങ്. ഓർത്തിരിക്കുക. മിക്സിങ്, പഗ്ഗിങ് ഉണ്ട്, നീഡിങ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി അതിനെ മിക്സ് ചെയ്ത ശേഷം ബ്ലോക്ക് ഷേപ്പ് ആക്കുക, മോൾഡിങ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഗുഡ് ക്ലേനെ മോൾഡ് ചെയ്ത് ഷേപ്പിലെടുക്കുക. അതിനെ ഷേപ്പിലെടുത്ത ശേഷം ഡ്രൈ ചെയ്യുക, അത് ഉണക്കുക. ദെൻ ബേണിങ്, ഉണക്കിയ ശേഷം ബേൺ ചെയ്ത് ചുട്ടെടുക്കുക. അങ്ങനെ ഫൈനൽ എന്ത് കിട്ടും, നമുക്ക് പ്രോപ്പർ ബ്രിക്ക് കിട്ടും. ആ ബ്രിക്സിന് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈസ് വേണം, ഒരു സ്റ്റാൻഡേർഡ് സൈസ് വേണം. അപ്പം ബ്രിക്സിന് ഉണ്ടായിരിക്കുന്ന മെയിൻ സ്റ്റാൻഡേർഡ് സൈസായിട്ട് 2 സൈസാണ് പറയുന്നത്. ഒന്ന് 90 mm, 90 mm, 90 mm, അതായത് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ലെങ്ത്തും എല്ലാം 90 mm, 90 mm, 90 mm എന്നൊരു സൈസിലായിരിക്കും. അതല്ലെങ്കിൽ 190 mm, 90 mm, 40 mm ഈ സൈസിലായിരിക്കും. ഈ 2 സൈസായിരിക്കും. ഒന്ന് 90 mm, 90 mm, 90 mm, അതല്ലെങ്കിൽ 190 mm, 90 mm, 40 mm. ഇതാണ് ബ്രിക്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് പറയുന്നത്. ഇനി ബ്രിക്സ് തന്നെ മോർട്ടാർ ജോയിൻസിലാവുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 200 mm, 100 mm, 100 mm, അതല്ലെങ്കിൽ 200 mm, 100 mm and 50 mm. ഇതാണ് ബ്രിക്സിന് പൊതുവെ പറയുന്ന സ്റ്റാൻഡേർഡ് സൈസുകൾ. ഇനി ഈ ബ്രിക്സിലുള്ള മെയിൻ കമ്പോണൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് പറയുന്ന കമ്പോണൻസ് എന്ന് പറയുന്ന അലൂമിന, സിലിക്ക, ലൈം, അതുപോലെ തന്നെ അയൺ ഓക്സൈഡ്, മാഗ്നീഷ്യ. ഇത്രയാണ് ബ്രിക്സിൽ പറയുന്ന കമ്പോണൻസ്. ഇതൊക്കെയാണ് അലൂമിന, സിലിക്ക, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മാഗ്നീഷ്യ. അപ്പം ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. എത്രയാണ് ബ്രിക്സിലുള്ളത്, ബ്രിക്സിൽ അലൂമിനയുടെ കണ്ടന്റ് എത്രയാണ്, സിലിക്കയുടെ കണ്ടന്റ് എത്രയാണ്, ലൈം അങ്ങനെയാണ് ചോദിക്കുക. അപ്പം ബ്രിക്സിലെ അലൂമിനയാണ് 20 to 30%. 20 to 30% ആണ് അലൂമിന അടങ്ങിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സിലിക്കയാണ് 50 to 60%. അപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രിക്സിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഏതാണെന്ന് ചോദിച്ചാൽ സിലിക്ക 50 to 60%. പക്ഷേ ബ്രിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അലൂമിന എന്നാണ്. 20 to 30% ആണ്. ഇനി ലൈമിൻ്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ നോട്ട് എക്സീഡിങ് 5%. 5%-ൽ കൂടുതൽ ലൈം ഉണ്ടായിരിക്കില്ല എന്തിൽ, ബ്രിക്സിൽ. അതുപോലെ അയൺ ഓക്സൈഡ് 5 to 6% ഉണ്ടാവും. അയൺ ഓക്സൈഡ് 5 to 6. അപ്പോൾ അലൂമിന 20 to 30, സിലിക്ക 50 to 60. സിലിക്ക 50 to 60 കൂടുതൽ, അലൂമിന 20 to 30. ദെൻ ലൈം 5%-നേക്കാളും കുറഞ്ഞായിട്ട്, അയൺ ഓക്സൈഡ് 5 to 6%. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറയുന്ന മാഗ്നീഷ്യ, അത് വളരെ കുറഞ്ഞ ഇതാണ്, ഒരു സ്മാൾ എമൗണ്ട് മാത്രമേ ഉള്ളൂ. മാഗ്നീഷ്യ ഉള്ളത് വെരി ലെസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഇതിലുള്ളത്, ഈ ബ്രിക്സിലുള്ളത്. ഇനി ടൈപ്സ് ഓഫ് ബ്രിക്സ് പറയുകയാണെങ്കിൽ
ബിൽഡിംഗ് ബ്രിക്സ്, പാവിംഗ് ബ്രിക്സ്, ഫയർ ബ്രിക്സ് ആൻഡ് സ്പെഷ്യൽ ബ്രിക്സ് എന്ന് 4 ടൈപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബിൽഡിംഗ് ബ്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിൽഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ്, ബിൽഡിങ്ങിൽ നമ്മളുടെ വാളുകളെല്ലാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ബിൽഡിംഗ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. പാവിംഗ് ബ്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്രിഫൈഡ് ബ്രിക്സ്, അതായത് ഫ്ലോറിംഗ്, നിലത്ത് ഫ്ലോറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രിക്സ്, അതായത് ക്ലേ ടൈലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതിൽ പെടും, പാവിംഗ് ബ്രിക്സിൽ വരും. അത് വിട്രിഫൈഡ് ബ്രിക്സ് എന്ന് പറയും. വിട്രിഫൈഡ് ടൈൽ എന്നൊക്കെ പറയുന്നത് ഈ പാവിംഗ് ബ്രിക്സ് ആണ് ഫ്ലോറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ബിൽഡിംഗ് ബ്രിക്സ് ആണ് വാൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഫയർ ബ്രിക്സ് ഫർണസ് ടെമ്പറേച്ചറിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്രിക്സുകൾ, ചൂളയിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രിക്സാണ് ഈ ഫയർ ബ്രിക്സ്. അതിന് എക്സാമ്പിളാണ് സിലിക്ക ബ്രിക്സ്. ഈ ഫർണസിലെ ഹൈ ടെമ്പറേച്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രിക്സാണ് ഫയർ ബ്രിക്സ്. എക്സാമ്പിൾ സിലിക്ക ബ്രിക്സ്. ഇനി സ്പെഷ്യൽ ബ്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്രം കോമൺലി യൂസ്ഡ് ബ്രിക്സ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്സുകളിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ്, ഷേപ്പിലോ കളറിലോ സൈസിലോ അങ്ങനെയുള്ള ഇതിലെല്ലാം വരുന്ന ഒരു ഡിഫറൻസ് ഉള്ള ബ്രിക്കുകളെയാണ് നമ്മൾ സ്പെഷ്യൽ ബ്രിക്സ് എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ ബ്രിക്സിൽ തന്നെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യലി ഷേപ്പ്ഡ് ബ്രിക്സ്, അതായത് പറഞ്ഞില്ലേ ഷേപ്പിൽ എന്തെങ്കിലും ഡിഫറൻസ് വരും, ഒരു പർട്ടിക്കുലർ ഷേപ്പ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ബ്രിക്സ് ആയിരിക്കും. അതാണ് ഫേസിംഗ് ബ്രിക്സ് എന്നാണ് ഔട്ടർ ഫേസ് ഓഫ് മാസണറി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സ് നല്ല സ്മൂത്ത് ആയിരിക്കും. അതിന് പിന്നെ എക്സ്ട്രാ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതല്ല അതിൻ്റെ ഔട്ടർ ഫേസ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പെർഫറേറ്റഡ് ബിൽഡിംഗ് ബ്രിക്സ്. പെർഫറേറ്റഡ് ബിൽഡിംഗ് ബ്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അതിൻ്റെ എല്ലാ ഫേസസും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പിന്നെ ബേൺഡ് ക്ലേ ഹോളോ ബ്രിക്സ്, അതുപോലെ ഹോളോ ബ്രിക്സ് ഒക്കെ നമ്മൾ ഏതിലാണ് പെടുത്തുന്നത്, ഈ സ്പെഷ്യൽ ബ്രിക്സിലാണ് പെടുത്തുന്നത്. ബേൺഡ് ക്ലേ ഹോളോ ബ്രിക്സ്, സ്പെഷ്യലി ഷേപ്പ്ഡ് ബ്രിക്സ്, ഫേസിംഗ് ബ്രിക്സ്, പെർഫറേറ്റഡ് ബിൽഡിംഗ് ബ്രിക്സ്, ഇതെല്ലാം സ്പെഷ്യൽ ബ്രിക്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി ബ്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന് കളർ തന്നെ. കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോം കളർ വേണം. അങ്ങനെ ഒന്ന് ഗ്രേ കളറും ഒന്ന് ബ്രൗൺ കളറും അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ ആ ബ്രിക്സ് എടുക്കുമ്പോൾ അങ്ങനെ പറ്റില്ല. നമ്മൾ ഒരു യൂണിഫോം കളർ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ബ്രൈറ്റും ആയിരിക്കണം ഏത് ബ്രിക്സ്. അതാണ് ഒരു ഗുഡ് ബ്രിക്സിൻ്റെ പ്രോപ്പർട്ടി പറയുന്നത്. യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം കളറിൽ. നെക്സ്റ്റ് ഷേപ്പ്. പ്ലെയിൻ ഫേസസ്, ഷാർപ്പ് ആൻഡ് ട്രൂ റൈറ്റ് ആംഗിൾഡ് കോർണേഴ്സ്. നമുക്കറിയാലോ നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ യൂസ് ചെയ്യുന്ന ബ്രിക്സ് എല്ലാം എങ്ങനെയായിരിക്കും, സെയിം ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ ഫേസസ് എല്ലാം പ്ലെയിൻ ആയിരിക്കും. അതുപോലെ എഡ്ജസ് എല്ലാം നല്ല ഷാർപ്പായിരിക്കും. അതുപോലെ കോർണേഴ്സ് എല്ലാം എന്തായിരിക്കും, എല്ലാം അട്ടത്രികോണങ്ങളായിരിക്കും. ട്രൂ റൈറ്റ് ആംഗിൾഡ് കോർണേഴ്സ് ആയിരിക്കും. ഇനി സൈസ് പറയുകയാണെങ്കിലും അതുപോലെ സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ 90 mm, 90 mm, 90 mm, അല്ലെങ്കിൽ 190 mm, 90 mm, 40 mm, അങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. ആ സൈസിലായിരിക്കണം. പിന്നെ ടെക്സ്ചർ, ഫൈൻ, ഡെൻസ് ആൻഡ് യൂണിഫോം ടെക്സ്ചറിലും ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. അതിന് ഒരു ഭാഗം നന്നായിട്ട് പൊടിഞ്ഞു പോണതായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗം സ്ട്രോങ് ആയിരിക്കുക, അങ്ങനെ നല്ല ഡെൻസ് ആയിട്ടുള്ള ബ്രിക്ക് ആയിരിക്കണം. പിന്നെ സൗണ്ട്സ് എന്ന് വെച്ചാൽ സ്ട്രക്ക് വിത്ത് ഹാമർ പ്രൊഡ്യൂസ് എ മെറ്റാലിക് സൗണ്ട്. അത് നമ്മൾ അതിൽ ഒരു ഹാമർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സ്ട്രക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മെറ്റാലിക് സൗണ്ട് പുറത്തോട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു സൗണ്ട്സ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ സ്ക്രാച്ചിങ് നോട്ട് പോസിബിൾ. അതായത് ഒരു ഫിംഗർ സ്ക്രാച്ചിങ് ഇംപ്രഷനൊന്നും വരാൻ പറ്റില്ല. നമ്മൾ വിരലും കൊണ്ട് അതിലൊന്ന് സ്ക്രാച്ച് ചെയ്താൽ സ്ക്രാച്ചൊന്നും വരാൻ പറ്റില്ല. അത്രത്തോളം ഹാർഡായിരിക്കണം. പിന്നെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്സ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3.5 Nm². അതായത് ഒരു യൂണിറ്റ് പറഞ്ഞിരിക്കുകയാണ്, 3.5 Nm²ലും കുറഞ്ഞ അളവാവരുത് അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന്. അതാണ് സ്ട്രെങ്ത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ, അതായത് ഈ ബ്രിക്സ് നമ്മൾ 24 hours വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് മുക്കിയിട്ട് കഴിഞ്ഞ ശേഷം എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിലിടുന്നതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ബ്രിക്സിൻ്റെ വെയിറ്റിൽ നിന്ന് 20% കൂടാം, അതിലും കൂടരുത്. ആഫ്റ്റർ വെയിറ്റ് നോട്ട് ബി മോർ ദാൻ 20%. അപ്പോൾ 24 hours നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞ ശേഷം ആ ബ്രിക്സിനെ നമ്മൾ വീണ്ടും എടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വെയിറ്റിനേക്കാളും 20% കൂടാം, അതിലും കൂടിക്കഴിഞ്ഞാൽ ബ്രിക്സ് അത്ര ഗുഡ് അല്ല എന്നാണ് പറയുന്നത്. ബ്രിക്സിൻ്റെ പ്രോപ്പർട്ടി പെടുന്നാൽ കൂടുതലായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യണം. അത്രത്തോളം വെള്ളം അബ്സോർപ്ഷൻ പാടില്ല ബ്രിക്സിന്.
നെക്സ്റ്റ് എഫ്ലോറസെൻസ്. എഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഷുഡ് നോട്ട് വൈറ്റ് പാച്ചസ് വെൻ സോക്ക്ഡ് ഇൻ വാട്ടർ. വൈറ്റ് പാച്ചസ് അതായത് ഒരു വെള്ളത്തിൽ മുക്കിയെടുത്ത് നമ്മൾ അബ്സോർപ്ഷൻ കപ്പാസിറ്റി നോക്കിയപ്പോൾ തന്നെ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ അതിന് മുകളിൽ ഒരു വൈറ്റ് പാച്ചസ് വരാൻ പാടില്ല. വൈറ്റ് പാച്ചസ് വന്നു കഴിഞ്ഞാൽ അവിടെ സൾഫേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം സൾഫേറ്റിൻ്റെയും കാൽഷ്യം സൾഫേറ്റിൻ്റെയും ഒക്കെ പ്രസൻസ് ആണ് ഈ വൈറ്റ് പാച്ചസ് കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു ഗുഡ് ബ്രിക്സിന് നന്നല്ല ഇവയുടെ പ്രസൻസ്. പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനെ ഇതാക്കുന്നത്. അപ്പോൾ എപ്പോഴും നല്ല ബ്രിക്സിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കുന്നത് നന്നായിരിക്കും. ലോ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളായിരിക്കും ബ്രിക്സ്. അപ്പം നമുക്ക് നോക്കാം, ഒരു ഇഷ്ടികയൊക്കെ വെച്ചിട്ടുള്ള വീടാകുമ്പോൾ അതിനകത്ത് ചൂട് ക്ലൈമറ്റിൽ അകത്ത് നല്ല തണുപ്പായിരിക്കും. അതുപോലെ തന്നെ തണുത്ത ക്ലൈമറ്റിൽ അകത്ത് നല്ല ചൂടുമായിരിക്കും. അതാണ് ഈ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് വല്ലാണ്ട് ചൂടിനെ പുറത്തോട്ട് വിടുകയല്ല, ചൂടിനെ അകത്തോട്ട് വലിച്ചെടുക്കുകയല്ല. നെക്സ്റ്റ് സൗണ്ട് ഇൻസുലേഷൻ. സൗണ്ട് ഇൻസുലേഷൻ എന്ന് വെച്ചാൽ ഹെവിയർ ബ്രിക്സ് ഹാവ് പുവർ ഇൻസുലേറ്റേഴ്സ് വൈൽ ഹോളോ ബ്രിക്സ് ലൈറ്റ് വെയ്റ്റ് ബ്രിക്സ് ഹാവ് സൗണ്ട് ഇൻസുലേറ്റേഴ്സ്. അതായത് സൗണ്ടിന് ലൈറ്റ് ബ്രിക്സ് ഒക്കെ ആണെങ്കിൽ സൗണ്ടിനെ പുറത്തോട്ട് അങ്ങനെ പോകാൻ സമ്മതിക്കില്ല. അതേപോലെ ഹെവിയർ ബ്രിക്സ് ആണെങ്കിൽ അത് പുവർ ഇൻസുലേറ്റേഴ്സ് ആണ്, അത് സൗണ്ടിനെ പുറത്തോട്ട് വിടും. അതാണ് സൗണ്ട് ഇൻസുലേഷൻ പറയുന്നത്. പിന്നെ ബ്രിക്സ് ഫയർ റെസിസ്റ്റൻസ് ആയിരിക്കണം. അതായത് തീപിടുത്തം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫയറിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഇത്രയാണ് ബ്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നത്. ഇനി ബ്രിക്സിൽ നടക്കുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഗുഡ് ബ്രിക്സ് ആണോ നോക്കാനുള്ള കുറച്ച് ഫീൽഡ് ടെസ്റ്റുകളുണ്ട്, അത് നോക്കാം. ടെസ്റ്റ് ഓൺ ബ്രിക്സ്. ഒന്ന് ക്രഷിംഗ് സ്ട്രെങ്ത്. അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ക്രഷിംഗ് ലോഡ് ടു ദ ഏരിയ ഓഫ് ബ്രിക്ക് ലോഡ്. അതായത് കുറച്ച് ബ്രിക്സ് എടുത്തിട്ട് വെക്കുന്ന ആ ഒരു ഏരിയനെയും അതിൻ്റെ ക്രഷിംഗ് ലോഡിൻ്റെയും തമ്മിലുള്ള റേഷ്യോ ആണ് അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് ക്രഷിംഗ് ലോഡ് ബൈ ടു ദ ഏരിയ ഓഫ് ബ്രിക്ക് ലോഡ്. ആ ലോഡ് ബ്രിക്സ് ലോഡ് ചെയ്ത് വെച്ച ആ ഏരിയ, അത്രയാണ് ക്രഷിംഗ് സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. റേഷ്യോ ഓഫ് ക്രഷിംഗ് ലോഡ് ടു ദി ഏരിയ ഓഫ് ബ്രിക്ക് ലോഡ്. പിന്നെ അബ്സോർപ്ഷൻ ടെസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടീസിൽ വാട്ടർ അബ്സോർപ്ഷൻ സമയത്ത് 24 hours വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് നോട്ട് ബി മോർ ദാൻ 20%. അതാണ് അബ്സോർപ്ഷൻ ടെസ്റ്റ്. പിന്നെ തേർഡ് വൺ ആണ് ഷേപ്പ് ആൻഡ് സൈസ്. അത് സ്റ്റാൻഡേർഡ് ബ്രിക്ക് സൈസ് അല്ലേ നോക്കാം. ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 190 mm × 90 mm × 90 mm. ഈ സ്റ്റാൻഡേർഡ് സൈസ് ആണോ എന്ന് നോക്കണം. ഇത്രയാണ് ബ്രിക്സിൻ്റെ നോക്കുന്ന ടെസ്റ്റുകൾ. പിന്നെ IS കോഡ് പെർമിറ്റ് ലിമിറ്റ്സ്. ഈ IS കോഡ് കുറച്ച് ലിമിറ്റ്സ് പെർമിറ്റ് ചെയ്യുന്നുണ്ട് ബ്രിക്സിൻ്റെ ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും ഹൈറ്റ് വൈസും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലെങ്ത് വൈസ് നോക്കുന്നത് 3680 mm to 3920 mm. അതായത് 3680 to 3920 mm ആണ് ലെങ്ത് നോക്കുന്നത്. വിഡ്ത്തും ഹൈറ്റും സെയിം ആണ്, 1740 mm to 1860 mm. ഹൈറ്റ് വൈസും 1740 mm to 1860 mm. അപ്പം ബ്രിക്സിൻ്റെ IS കോഡ് പെർമിറ്റ് ലിമിറ്റ്സ് എന്ന് പറയുന്ന ലെങ്ത് വൈസ് 3680 to 3920 mm. വിഡ്ത്ത് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1740 mm to 1860 mm. സെയിം തന്നെയാണ് ഹൈറ്റ് വൈസും 1740 mm to 1860 mm. ഇനി ഫീൽഡ് ടെസ്റ്റ് ഫോർ ഗുഡ് ക്വാളിറ്റി ബ്രിക്സ്. എന്താ പറഞ്ഞല്ലോ ടെസ്റ്റ് ഓൺ ബ്രിക്സ്, അതന്നെ ഒന്നും കൂടെ പറയുന്നതാണ്. ഏതൊക്കെ ഫീൽഡ് ടെസ്റ്റുകളാണ്? ഒന്ന് യൂണിഫോമിറ്റി ഇൻ കളർ ആൻഡ് സൈസ്. സ്റ്റാൻഡേർഡ് സൈസ് ആണോ നോക്കുക. പിന്നെ കളറിൽ നോക്കും പറഞ്ഞു, കളർ ബ്രൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കളറിന് യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം, ആ ടെസ്റ്റ് നോക്കും. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ ഒരു സ്റ്റാൻഡേർഡ് സൈസ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ അത്രയും ട്രൂ എഡ്ജ് അല്ലേ, കോർണറെല്ലാം റൈറ്റ് ആംഗിൾ ഷേപ്പിലല്ലേ, ഇതൊക്കെ നോക്കും സ്ട്രക്ചർ. അതുപോലെ തന്നെ ഹാർഡ്നെസ് ടെസ്റ്റ്, അത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നോക്കും. പിന്നെ സൗണ്ട് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു ഹാമർ വെച്ചിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് സൗണ്ട് വരണമെന്ന്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ടെസ്റ്റ് പറഞ്ഞു, ക്രഷിംഗ് സ്ട്രെങ്ത്, റേഷ്യോ ഓഫ് ക്രഷിംഗ് സ്ട്രെങ്ത് ടു ഏരിയ ഓഫ് ദി ബ്രിക്ക് ലോഡ് എന്ന്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് ഇൻ ഇറ്റ്സ് ക്വാളിറ്റി. അതിൻ്റെ ക്വാളിറ്റിയിൽ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്ലാസ് ക്വാളിറ്റി, ഫോർത്ത് ക്ലാസ് ക്വാളിറ്റി. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി, അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ സെക്കൻഡ് ക്ലാസ് ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ്, അതായത്
സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആകുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിരിക്കും. വാൾസ് കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ ആ ബ്രിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതിൽ സിമെൻറ്റ് ചെയ്യണമെന്നോ പ്ലാസ്റ്ററിങ് ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അത്രയും സൂപ്പറായിട്ടുള്ള ഫിനിഷിംഗ് ആയിരിക്കും. സെക്കൻഡ് ക്ലാസ് ക്വാളിറ്റി ആണെങ്കിൽ വാൾസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്ലാസ്റ്ററിങ് നീഡഡാണ്. സിമെൻറ്റ് പോലെ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടി വരും. തേർഡ് ക്ലാസ് ക്വാളിറ്റി ആകുമ്പോൾ എഡ്ജസ് ആർ നോട്ട് മച്ച് യൂണിഫോം. അത്രത്തോളം തന്നെ ഒരു യൂണിഫോം ആയിട്ടായിരിക്കില്ല, എഡ്ജസ് ഒന്നും അത്ര ഷാർപ്പായിരിക്കില്ല. ഫോർത്ത് ക്ലാസ് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ബേൺഡ്, ഡാർക്ക് കളർ, ഇറഗുലർ, അതിൻ്റെ ഷേപ്പ് ഇറഗുലർ ആയിരിക്കും. അത് ചൂളയിലൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് ഓവർ ബേൺഡ് ആയി പോയിട്ടുണ്ടാവും, കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഫോർത്ത് ക്ലാസ് ക്വാളിറ്റിയിൽ വരുന്നത്. ഇനി ബ്രിക്സിൻ്റെ യൂസസ് ആണ് പറയുന്നത്. യൂസസ് ഓഫ് ബ്രിക്സ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് തന്നെ. പിന്നെ ഫോർ ലൈനിങ് ഓഫ് ഓവൻസ്, ഫർണസ് ആൻഡ് ചിമ്നീസ്, ഫർണസ്, ഓവൻസ് ഇതെല്ലാം ലൈനിങ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യും? ബ്രിക്സ് യൂസ് ചെയ്യും. പിന്നെ പ്രൊട്ടക്റ്റിംഗ് സ്റ്റീൽ കോളംസ്, റൂം ഫയറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിക്സ് യൂസ് ചെയ്യുന്നു. ദെൻ അഗ്രിഗേറ്റ് ഇൻ പ്രൊവൈഡിങ് വാട്ടർ പ്രൂഫിംഗ് ടു RCC റൂഫ്. വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഒരു അഗ്രിഗേറ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? ബ്രിക്സ് യൂസ് ചെയ്യുന്നു. പാവേഴ്സ് ഓഫ് ഫുട് പാത്ത്, അതുപോലെ തന്നെ ഫുട് പാത്ത് ഫ്ലോറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫുട് പാത്ത് ഫ്ലോറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ലൈനിങ് സ്യൂവർ ലൈൻസ് ആയിട്ട് ബ്രിക്സ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ബ്രിക്സിൻ്റെ യൂസസ്. അപ്പോൾ സ്റ്റോൺസും ബ്രിക്സും ഈ ക്ലാസ്സസിൽ പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിമെൻറ്റ്സ് പറയാം, സ്റ്റീൽ പറയാം. അങ്ങനെ മാക്സിമം 2 ക്ലാസ് കൊണ്ട് തന്നെ ഈ ടോപ്പ് മൊഡ്യൂൾസ് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സിവിലിൽ 2 മൊഡ്യൂളാണുള്ളത്. മാക്സിമം മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും എല്ലാം കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കൂടെ ഒന്ന് ഉത്സാഹിച്ച് വീഡിയോസ് എല്ലാം കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻസ് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.